ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നാളെ അശ്വിനെ പ്രീതി വിളിച്ച് പറയുന്നുണ്ട്, അതെ ശ്രുതി ഇവിടെ നിന്ന് വളരെ വിഷമത്തോട് കുഴിത്തിട്ടാണ് ഇറങ്ങിപ്പോയത്. അശ്വിൻ കണ്ടിരുന്നല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഫോൺ വെക്കുവാണ്. ശ്രുതിനെ അന്വേഷിച്ച് ഒരുപാട് നടക്കുന്നുണ്ട്. ശ്രുതിയുടെ വീട്ടിലൊക്കെ വരുമ്പോഴേക്കും ശ്രുതിയുടെ വീട്ടുകാരുടെ വിചാരം ശ്രുതി അശ്വിൻ്റെ കൂടെയാണ് തിരിച്ചു പോയെന്നാണ് കേട്ടോ. അപ്പോൾ അവരുടെ വർത്തമാനത്തിൽ അങ്ങനെ മനസ്സിലാക്കുന്ന അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ശേഷം വഴിയരികിലൊക്കെ അന്വേഷിക്കുന്നുണ്ട് ശ്രുതിനെ, കടകളിലും എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. ശ്രുതിനെ കണ്ടു കിട്ടുന്നില്ല. ഈശ്വര, ഇവളില്ലാതെ തന്നെ എങ്ങനെ വീട്ടിലേക്ക് പോകും, എന്ത് സമാധാനം പറയും എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. പെട്ടെന്നാണ് അമ്പലത്തിൽ മണിയടിക്കുന്ന ഒച്ച കേൾക്കുന്നത്. അത് കേൾക്കുന്ന അശ്വിൻ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുവാണ്. ശ്രുതി അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കുമ്പോൾ അവിടെ നിറച്ചു ആൾക്കാരായിരിക്കും കേട്ടോ. അപ്പോൾ ശ്രുതിനെ കാണുന്നില്ല. അശ്വിൻ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്, ശ്രുതിനെ കാണുന്നേ ഇല്ല. പെട്ടെന്നാണ് ശ്രുതി അശ്വിനെ കാണുന്നത് ശ്രുതി ഒളിച്ച് നടക്കുക കേട്ടോ. ഒളിച്ച് നടക്കുമ്പോഴേക്കും അശ്വിൻ ശ്രുതിനെ കണ്ടുപിടിക്കുന്നുണ്ട്. അശ്വിൻ പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരണമെന്ന് പറയുമ്പോൾ ഞാനെന്തിനാണ് വേണ്ടത്, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തിനാ രണ്ട് വീട്ടുകാരും കൂടി എന്നെ തട്ടിക്കളിക്കല്ലേ, ഞാൻ ഇനി മുതൽ ഈ അമ്പലത്തിൽ നിന്നോളാം, നിങ്ങൾ ആരും എന്നെ അന്വേഷിച്ച് വരേണ്ടതെന്ന് പറയുമ്പോൾ അശ്വിൻ വഴക്ക് പറയാണ്. നീ വന്നില്ലെങ്കിൽ വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ എന്ത് സമാധാനം പറയുമെന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് മാത്രമേ വീട്ടുകാരുള്ളല്ലോ, നിങ്ങൾ എൻ്റെ വീട്ടുകാരെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, എപ്പോഴും നിങ്ങൾ എനിക്ക് ദുരിതം മാത്രമല്ലേ തന്നിട്ടുള്ളൂ എന്നൊക്കെ പറയാണ്. അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി വരാൻ നോക്കല്ലെങ്കിൽ ഞാൻ നിന്നെ തൂക്കി എടുത്തുകൊണ്ട് പോകും കേട്ടോ എന്ന് പറയും. ആഹാ, നിങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടോ, എങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യും, തൂക്കി എടുത്തുകൊണ്ട് പോകും എന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ എല്ലാവരുടെ മുമ്പിൽ ശ്രുതിനെ പൊക്കി എടുത്തുകൊണ്ട് പോകട്ടോ. കുറേ കയ്യും കാലൊക്കെ പിടിച്ച് പറയൂ, പക്ഷെ ശ്രുതി വരാൻ കൂട്ടാക്കിയില്ല. അവസാനത്തെ നമ്മുടെ മാർഗ്ഗമാണ് അശ്വിൻ കാണിക്കുന്നത്. ശ്രുതിനെ പൊക്കി എടുത്തിട്ട് പോവാട്ടോ. പൊക്കി എടുത്ത് പോകുമ്പോഴേക്കും എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണം. പക്ഷേ ആ ഭാഗം നമുക്ക് പ്രൊമോയിൽ കാണിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ അത് നാളെയും മറ്റന്നാളായിട്ട് വരേണ്ട ഭാഗമാണ്. ഫുൾ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഭാഗം മാത്രം കാണിച്ചില്ല. ശ്രുതി അമ്പലത്തിൽ നിൽക്കുന്ന ഭാഗം മാത്രമേ കാണിച്ചുള്ളൂ. എന്തായാലും അശ്വിൻ തന്നെയാണ് ശ്രുതിനെ കണ്ടുപിടിക്കുന്നതും അമ്പലത്തിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടും ശ്രുതിനെ വഴക്ക് പറയുന്നത് തന്നെയായിട്ട് അശ്വിൻ. വഴക്ക് വെച്ചാൽ കണ്ണുപൊട്ടുന്ന വഴക്ക് പറയും. അങ്ങനെ ശ്രുതിയും വിട്ടുകൊടുക്കുന്നില്ല, ശ്രുതിയും തിരിച്ചു പറയും. അങ്ങനെ വഴക്കിനെടുക്കുമ്പോൾ ഇവിടെ പ്രണയം കാണാൻ സാധിക്കും. അതാണ് ഒരു ഹൈലൈറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ.